ഗൈസ്, കോൾഡൊക്കെ അടിച്ച് പോസ്റ്റ് അടിച്ച് വീട്ടിലിരിക്കുകയാണ്. ചേച്ചിയും ചേട്ടനും എല്ലാവരും ജോലിക്ക് പോയി, ഞാൻ തന്നെയുള്ളൂ ഇവിടെ. അപ്പോഴത്തൊരു വീഡിയോ എടുക്കാം, അപ്പൊ കുറച്ച് പോസ്റ്റ് ഒക്കെ മാറുമല്ലോ. കാണുന്ന എവർഗ്രീന്റെ ചെടിയിലെ ഗൈസ്, എന്റെ യൂട്യൂബ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സാധനം ഇതാണ്. എന്റെ ആദ്യത്തെ വൈറൽ വീഡിയോ ഈ ഇല വെച്ച് ചെയ്തൊരു ക്രാഫ്റ്റിന് എന്നോടൊരു ഹൈബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ ചെന്നത് ഇവന്മാരുടെ അടുത്തോട്ടാണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് അമ്മയും റൈറ്റ് സൈഡിലുള്ളത് മോളുമാണ്. രണ്ടുപേരും ചേട്ടന്റെ സ്വത്തുമണികളാണ്. കുറെ നാൾ കൂടിയിട്ടാണ് ഞാൻ ഇവളുടെ അടുത്ത് ചെന്നത്. അതിന്റെ പിണക്കമൊക്കെയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഇരുമ്പുള്ളി ഇല്ലേ ഗൈസ്, ഞാൻ ഇതൊരു പ്രാവശ്യം പച്ചക്ക് തിന്നിട്ടുള്ളൂ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. പക്ഷെ അച്ചാറിട്ടാലോ മീൻ പറ്റിച്ചാലോ ഒക്കെ ഞാൻ അതിനകത്ത് നിരത്തി. അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി ഇന്ന് പച്ചക്ക് നിന്ന് നോക്കാൻ പോവാണ്. ഇഷ്ടമുള്ളവരുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കെ. പുളിമരത്തിന്റെ തൊട്ടടുത്ത് നിന്നതാണ് ഈ പേര. നോക്കിയപ്പോ ദേ നിറയെ പേരൊക്കെ വിളഞ്ഞു നിൽക്കുന്നു. അതിനകത്ത് ഒരെണ്ണം ഇനി പറിച്ചെടുത്ത് താഴെ വീണെങ്കിൽ ചതവുകളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇവരെ രണ്ടുപേരും പറിച്ചോണ്ട് പോകുന്ന കാണുമ്പോൾ മാങ്ങയ്ക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് ഒരു മാങ്ങയും കൂടെ പറിക്കാം. മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം ടാസ്ക് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാം ഗൈസ്. തല്ലിട്ടും അത് വീഴുന്നില്ല. പിന്നെ മാവിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ തല്ലിയപ്പോ ഒരെണ്ണം താഴെ വീണു. മതി. എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം മുറിക്കുന്ന രംഗമാണ് ഇവിടെ. വിളഞ്ഞ പേരൊക്കെയായാലും അത്യാവശ്യം കട്ടിയുണ്ടായിരുന്നു. അത് കഷ്ടപ്പെട്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് കേടുള്ള സൈഡ് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെത്തി കഴിക്കാം. പിന്നെ ഇരുമ്പുളിയും മാങ്ങയും കൂടെ കഴുകി വൃത്തിയാക്കി ഒന്ന് മുറിച്ചെടുത്തു. മാങ്ങയിലെ ഇരുമ്പുളിയിലും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി എടുത്തു. ഇനിയിപ്പോ എന്താ, അങ്ങോട്ട് കഴിക്കുക. ആദ്യമേ തന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പേരയ്ക്ക. ഈ സാധനം എപ്പോ തന്നാലും ഞാൻ കഴിക്കും. എന്തൊരു ടേസ്റ്റ് ആയത്. ഫ്രൂട്ട്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പേരയ്ക്കയും തണ്ണിമത്തനുമാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാം. പേരയ്ക്കയിൽ ഞാൻ കുറച്ച് ഉപ്പും മുളകും പെരട്ടി അങ്ങോട്ട് കഴിച്ച് കേസ് അയ്യോടാ എന്തൊരു ടേസ്റ്റ്. എനിക്ക് ഇപ്പോഴും വായിന്ന് വെള്ളം വരുന്നത് കാണുമ്പോൾ. ഇത് നമുക്ക് മാങ്ങ കഴിച്ച് നോക്കാം. ഇത് ഇഷ്ടമില്ലാത്തവരൊക്കെ ചുരുക്കമായിരിക്കും അല്ലേ. 4-5 വർഷം മുമ്പേ എനിക്ക് ഇവിടെ കുറച്ച് കുട്ടിപ്പട്ടാളം ടീംസ് ഉണ്ടായിരുന്നു. ഇവിടെ കൂടി ഈ മാങ്ങയൊക്കെ ഉപ്പും മുളകും ഒക്കെ തേച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു. ഇപ്പൊ എല്ലാവരും പഠിക്കാനൊക്കെ പോയി. അതൊക്കെ എന്താ കാലം. നീ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഈ പുളി കഴിച്ച് നോക്കാൻ പോവാണ് ഗൈസ്. പക്ഷെ ഞാൻ ഞെട്ടി. ആദ്യം കഴിച്ചപ്പോൾ ഇതിനൊരു വികാരം ഇല്ല ഗൈസ്. പുളിയില്ല, മധുരം ഇല്ല, ഒരു ഇതും ഇല്ല. പിന്നെ കഴിച്ചത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുളിയുടെ എഫക്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ പുളി മാറാനായിട്ട് വീണ്ടും ഒരു പേരൊക്കെ എടുത്ത് തിന്നു. അപ്പൊ എനിക്ക് സമാധാനമായി. ഇതുമേ നമ്മുടെ ചാനൽ കാണുന്ന 90% പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ചെറിയൊരു സപ്പോർട്ട് ആകും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ.